കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനൊരു കോമഡി കാര്യം പറഞ്ഞു. എല്ലാവരും ഇപ്പൊ സായി പോയി, സായി മാസം അടിച്ച് പോയി, സായി ആ മാസം കാണിച്ചില്ല. സാധാരണ എല്ലാവരും സായിനെ ന്യായീകരിക്കാൻ നോക്കും. സ്നേഹിച്ച് ദുബായ് ഞങ്ങൾക്ക് എന്താ ചെയ്തത്? സായി പറഞ്ഞതാണ് കയ്യിൽ നിന്ന് പാലിക്കാൻ ഫുള്ള് എടുത്ത് അലക്കിക്കും. അത്ര കോൺഫിഡൻസും അത്ര ഫ്രീഡവും അല്ലേ? അപ്പൊ ഈ ട്രോളൊക്കെ എനിക്ക് കണ്ടുമ്പോ ചേട്ടൻ എന്തെങ്കിലും പറയുന്നു തോന്നുന്നു. അല്ല ഞങ്ങൾ ബിഗ് ബോസിൽ ഇനി കാറ് കൊണ്ടുവരുന്ന വിചാരിച്ചു. സാധാരണ ബിഗ് ബോസ് കണക്ഷൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും ആ ആളെ പറഞ്ഞു അറിയില്ല. പകുതി ആൾക്കാർ അടുത്ത പ്രാവശ്യം ബിഗ് ബോസിലേക്ക് സ്നേഹ ചേച്ചി പോകണം. അത് വേറെ ഫീലായിരുന്നു. കാറ് കണ്ടപ്പോഴത്തേക്ക് കയ്യിൽ അച്ഛൻ വരുമല്ലോ. അറിയോ എങ്ങനെയൊക്കെ ഒരു കാർ സൈക്കോട്ട് നാട്ടുകാർക്കപ്പൊ ഞാൻ സീക്രട്ട് ഏജന്റ് അവോയ്ഡ് ചെയ്യുന്ന പ്രശ്നം. സായി ശരിക്കും സായി ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് സത്യത്തിലായിരുന്നു. സത്യം പറഞ്ഞേ ഇങ്ങനെ തന്നെയാണ് ആണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു. ആണെന്നല്ലായിരുന്നു അവരോടൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എന്റെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ് എനിക്ക് ഭയങ്കര സീൻ കിട്ടി. അത് മാറ്റാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ ആൾക്കാരോട് ഞാൻ ഇത്ര കാഷ്വലായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര മറ്റേ വർത്താനം. അപ്പം ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നു കുറച്ച് അഹങ്കാരമുള്ള ആളായിരുന്നു, ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത്. എടാ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ശരിക്കും അഹങ്കാരം ഇല്ല, വെറുതെ പറഞ്ഞു. അല്ല അപ്പൊ ചോദ്യം ഇതാണ്. അപ്പൊ ഇനി റിയാക്ഷൻ വീഡിയോസ് ഇനി റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പം ഇനി ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു എന്തൊക്കെയായിരിക്കും മെയിൻ കാര്യം വീഡിയോയില് പ്രതീക്ഷിക്കുക? ഇനിയിപ്പോ സായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടു പോകുമ്പോൾ പൈസ കിട്ടും, കമന്റും കിട്ടും, വ്യൂവും കിട്ടും. നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ നമുക്ക് പിടിച്ചുകൊണ്ട് വരുള്ളൂ. ഇവളെന്നെ നോക്കാം. നിങ്ങളുടെ റൊമാൻസ് കണ്ടിട്ട് നന്ദന കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു ലിപ് ലോക്ക് കണ്ടിട്ട്. അല്ല പിന്നെ അതിന്റെ ശേഷം ആ കണ്ണു കുത്തിന്റെ അടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഒരു അടി കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണു കുത്തിന്. ശാന്തൻ സായി ആണ് ഇനി അല്ലെ സീക്രട്ട് ഏജന്റ് മാറി ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഞാൻ കയറ്റില്ല. അത് ഞാൻ അതിനകത്തുനിന്ന് ഉറപ്പിച്ചില്ല. പേഴ്സണൽ ലൈഫിൽ നമ്മളെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ മീശയും താടിയൊക്കെ പഠിച്ചപ്പോ ആകെ വന്നൊരു ട്രോള് കണ്ണാപ്പി എന്നൊരു സാധനമാണ്. ഈ കണ്ണാപ്പി മോശമാണ്. അതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണെന്നുള്ള പേര് ദൈവത്തിന്റെ പേരല്ലേ? അമ്പലത്തിൽ കയറിയിട്ട് കണ്ണാപ്പി എന്ന് വിളിക്കുമോ ദൈവത്തിന്? ഞാൻ വിളിച്ച് കണ്ടിട്ടില്ല. വിളിക്കേണ്ടവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പുറത്ത് അങ്ങനെ വിളിക്കാമല്ലോ ദൈവത്തിന്. കണ്ണാപ്പി എന്നൊക്കെ പറയുന്നതിനോട് അതൊക്കെ ഞാൻ സന്തോഷത്തിലെടുക്കും. രസമല്ല. ചേച്ചി എങ്ങനെയുണ്ട് കണ്ണാപ്പിനെ കാണുന്നത്? ഇപ്പൊ കണ്ണാപ്പി എന്നല്ലേ വിളിക്കണേ. പണ്ട് വേറെ അതൊന്നും മാറിയില്ലേ? ബിഗ് ബോസ് പോയ സമയത്ത് ഫസ്റ്റ് തന്നെ എപ്പോ പൊട്ടിത്തെറിക്കും വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിപ്പോ ഭയങ്കര ഡീസന്റ് ആയിട്ട് നോർമലായിട്ടാണ്. അതൊക്കെ എന്താണ്? ഒന്നുമില്ല, എനിക്ക് അവിടെ ചെന്നപ്പോ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ആളായിട്ട് കാണുന്നുണ്ടായിരുന്നു. അല്ല എല്ലാവർക്കും ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ശാന്തനായി പോയല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസം അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫാണ്. മനസ്സിലായി.
അവിടെ പലതും നമുക്ക് ഗിമിക്കായിട്ട് കാണിക്കാം. ഗിമിക്കായിട്ട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവ് രായാവായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെ ഈ റിയാലിറ്റിയിലാവും. പിന്നെ അവിടെ ആർക്കും ഹോണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കും റിഗ്രറ്റ്സ് ഇല്ല. മറ്റതെന്തായി വേറൊരു സാധനം എടുത്ത് മുഖത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിത്തകർന്നു. പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പുറത്തെ രാജാവ് ഉണ്ടായിരുന്നു ചത്തുകുത്തി സൈഡിൽ കിടന്നു. എന്തിനാ അതിൻ്റെ ആവശ്യം? അല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്ത് നിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനെ റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് സംസാരിച്ചു. അകത്ത് പോയപ്പോൾ ശരിക്കും അയ്യോ എങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. കാര്യങ്ങളും അങ്ങനെയല്ലേ. കമന്ററി ക്രിക്കറ്റിൽ എന്ന് പറയുന്ന ആളുകൾ ഒരു ബാറ്റ് എടുത്ത് കൊടുത്തു, സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കും. പോയി ഡ്രൈവ് അടിക്കാൻ പറ്റുമോ? വിരാട് കോഹ്ലിനെ സിക്സ് അടിക്കാൻ പഠിപ്പിക്കും. സിക്സ് അടിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കളി. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ മാത്രമൊന്നുമല്ല. ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെയൊക്കെ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ്. അപ്പം എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് അറിയാലോ. ഡെഫിനറ്റ്ലി. അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും? അല്ലെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ വരെ പോകുന്നില്ല. മതവും രാഷ്ട്രീയമായിരുന്നു ഞാൻ മെയിനായിട്ട് സിനിമയിൽ. ഏത് എക്സ്ട്രീമിലും പിന്നെ ട്രോൾ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്ന എനിക്ക് കൃത്യമായിട്ട്. പക്ഷെ വിമർശിക്കുന്നതും അരിയാണ്, എല്ലാം അരിയാണ്. എൻഡ് ഓഫ് ദ ഡേ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കും, ട്രാക്ഷൻ ആയിരിക്കും. ശരി, അത്രേ ഉള്ളൂ. ഞാൻ വേറെ എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിരുന്നതിന് എനിക്ക് വേറെ വിഷയമാണ്. പിന്നെ സായി ബിഗ് ബോസിൽ പോയതിന് ശേഷം സായിയെ വെറുത്തിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് കുറെ ആളുകൾ വന്ന് കമന്റിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ എല്ലാ പ്രശ്നങ്ങളും അറിയോ? എല്ലാ പ്രശ്നം വെച്ചാല് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും കാണേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയായിരുന്നു. അത് മിസ്സായി. അത് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും സമയത്ത് ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇപ്പൊ ഈ ബിഗ് ബോസ് കാസ്റ്റിങ്ങിനെതിരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നടിമാരാര്. അത് ഇന്ന് ഞാൻ ഈ സാധനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. കണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിട്ടുവീഴ്ച അവർ ചെയ്യുന്നുണ്ടോ? അപ്ലൈ ചെയ്തൊന്ന് നോക്ക്. ഒരു വിഷയമാണ് അഖിൽമാർ പറഞ്ഞ് സം ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. ലേഡീസ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞു. ആളാരെ പേര് പറഞ്ഞില്ല. അപ്പൊ ആള് ചോദിച്ചെന്ന് വെച്ചാല് സായിക്ക് വല്ല അറിവുണ്ടോ ചോദിച്ചാൽ അറിയില്ല. നന്ദനയ്ക്കും എല്ലാ അറിവുണ്ടോ? അല്ല, ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലോ. അപ്പൊ പറഞ്ഞോ നന്ദന പറഞ്ഞോ. എനിക്കുണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ജാസ്മിന്റെ ജാസ്മിന് ഭയങ്കര ഹേറ്റ് ആയിരുന്നു, അറിയാറുന്നല്ലോ സായിക്ക്. ഇപ്പോ ആ ജാസ്മിന് ഇപ്പൊ കുറച്ചില്ലാത്ത രീതിയില് ഇപ്പൊ കുറച്ച് കുറഞ്ഞു. കാരണം ഗെയിമാണ് പുള്ളിക്കാരി കളിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഉള്ളിൽ ഉണ്ടായപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജാസ്മിന്റെ ഗെയിം? അല്ല, ജാസ്മിൻ ഗബ്രി ആ ഒരു കോമ്പിനേഷൻ എല്ലാത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത ഓരോരുത്തരുടെ രീതിയല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം റോക്കി ബായി മുഖത്തടിച്ചായിരുന്നു സിജോടെ. അപ്പോൾ ഈ ഇത്തരം പ്രവൃത്തികളൊക്കെ സമൂഹത്തിൽ ഹൈക്കോടതി വരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ കാര്യം. ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു രാഷ്ട്രീയക്കാരൻ നോട്ടിൽ കുത്തി വീഴും, ഹൈക്കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്, അതിലൊന്നും ഇല്ലല്ലോ ആരും. അപ്പം ആർക്കും ഒന്നും വേണ്ട. രാഷ്ട്രീയം മാറുമ്പോൾ തമ്മിൽ തല്ല കുത്തിച്ചാവാം, അതൊന്നും വിഷയമല്ല. ഇതിനകത്ത് ഇടപെടണം. ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഷോവിനകത്തുന്നത് വൈപ്പ് അയാൾ ആളെ കളഞ്ഞില്ലേ, കഴിഞ്ഞ അത്ര തന്നെ ഉള്ളൂ. അയാൾക്ക് ഇനി ബിഗ് ബോസ് എന്ന് പറഞ്ഞ പേരിൽ എക്സിസ്റ്റൻസ് ഇല്ല. സിമ്പിളാണ്.
മുകളിൽ വേറെ എനിക്ക് തോന്നുന്നു ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ സിനിമയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ കുത്തിക്കൊന്ന് ഞാൻ മതം ഒഴിവാക്കുമായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കുത്തിക്കൊന്ന് രാഷ്ട്രീയം ഒഴിവാക്കുമായിരുന്നു. അത് ഇറലവൻറ്റ് സാധനങ്ങളാണ്. അത് ചുമ്മാ പറഞ്ഞൊരു ടൈമിൽ പറഞ്ഞ് ഇതാക്കാന്നുള്ള കാര്യങ്ങളില്ല. സായി ഒരുപാട് ഈ പ്രീ ജഡ്ജ്മെന്റോട് കൂടിയായിരിക്കുമല്ലോ ബിഗ് ബോസിലേക്ക് പോയത്, ഫസ്റ്റ് പോയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല ഇത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയ ഒരു മൂമെന്റ് ഏതായിരിക്കും? അങ്ങനെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടി ഞാൻ പെർഫോം ചെയ്തു. ഞാൻ എൻ്റെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാൻ ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും എനിക്കൊരു പ്ലാനിങ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയില്ല അവർ പറയുമെന്നുള്ളത്. എൻ്റെ പ്ലാനുകൾ ഞാൻ അവിടെ ക്ലിയർ ആണ്. അത് പുറത്ത് വന്ന ആളുകളിലേക്ക് ഏറ്റവും വലിയ അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ ഈ ഷോ എന്ന് പറയുന്ന ഒരു നറേഷൻ, അവർക്ക് ഈ ഒരു വ്യക്തിയുടെ നറേഷൻ കാണും. എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയല്ലോ, ഓരോ വ്യക്തികൾക്ക് ഓരോ നറേഷൻ കാണും. അതെന്താ ഇങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഗെയിം കളിക്കുക, നമ്മളെ ഇത് കൊടുക്കുക, ബാക്കി റെസ്റ്റ്. അവസാനമായിട്ട് ഒരു ഫൈനൽ ഫൈവും ഒരു കപ്പടിക്കുന്ന ഒരാളും അത് ടു ഏർലിയാണ്. ഈ ഒരു സീസണെ പോലും അല്ല. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, വോട്ടിംഗ് ലൈൻ ഓഫ് ആവണേ 1 മണിക്കൂർ മുമ്പ് വരെ ഈ ഗെയിം മാറും. ഇതിനകത്തൊരു രാജാവരാജ്ഞയൊന്നും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും കപ്പടിക്കാം, ആർക്കും കപ്പടി. ഞാൻ പറഞ്ഞല്ലോ, ആ വോട്ടിംഗ് ലൈൻ ഓഫ് ആവുന്ന ഒരു 1-2 മണിക്കൂർ മുമ്പ് വരെ കളിക്കാം. അതെങ്ങനെ അതിന്റെ പിന്നില് ഏഷ്യാനെറ്റ് ആണോ അതോ ജനങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത്? അന്ന് പിന്നെ ജനങ്ങൾ പൊട്ടന്മാരാണ്. ഏഷ്യാനെറ്റ് 10 ആളെ അങ്ങനെ മാറുന്നു പറഞ്ഞല്ലോ, അങ്ങനെ മാറാ അങ്ങനെ ആ ജനങ്ങളല്ലേ മാറ്റണ്ടേ? ജനങ്ങളാണ് മാറ്റുന്നത്. വോട്ടിംഗ് ലൈൻ ഓപ്പൺ അല്ലേ, ജനങ്ങളല്ലേ. ഞാൻ പറഞ്ഞ സാധനം മറക്കരുത്. ജനങ്ങൾ വോട്ടിംഗ് ലൈൻ ഓഫ് ആവണ വരെ ഒരാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. കഴിഞ്ഞ മുന്നത്തെ സീസണിലൊക്കെ 40 സംഭവം ഒരാളെ പിടിച്ച് കയറ്റും. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ തന്നെ ആകെ എല്ലാവരും ഓക്കെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റാർ മാജിക്കും അതൊരു ഷോ തുടങ്ങി 10 ആളുകൾ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കിയിട്ടാണ്. പക്ഷെ ജിൻഡോക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത്. അപ്പം ആ ഒരു ഫാൻ പവർ വെച്ചിട്ട് ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ഫാൻ പവർ വോട്ടായാലേ കപ്പാവും. ഫാൻ പവർ ഈസ് ഡിഫറെന്റ്, വോട്ടിംഗ് സാധനം രണ്ടും രണ്ടാണ്. ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞുള്ള ഒരു കാര്യം, ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ട് ബിഗ് ബോസ്. അവിടെ ഇവിടെ നിൽക്കാത്തൊരു ന്യൂട്രൽ ക്രൗഡ്. അവരാർക്കും കുത്തുന്നു എന്നുള്ളതൊക്കെ അവസാനം മനസ്സിലാവും. അതെങ്ങനെ പറയാതെ ഞാൻ പിന്നെ മറ്റേ ഞാൻ വാഴയാണല്ലോ, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, കഴിക്കും. താങ്ക് യു.